ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കിയതാണ്. അത് ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെയാണ് ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്, കട്ടക്കായം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് നന്നായിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങക്ക, വെള്ളരിക്ക, പൊട്ടറ്റോ, ക്യാരറ്റ്, ടൊമാറ്റോ, പച്ചമുളക്, ബീൻസ്, സവാള, ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തേക്കുന്നത്. എല്ലാം ചെറിയ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് മാത്രമാണ് തയ്യാറാക്കുന്നത്. ഒരു കോവയ്ക്കയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. അധികം വെന്ത് പോകണ്ട. അതുകൊണ്ട് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലൊക്കെ മതിയാവും. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 2 വെണ്ടയ്ക്ക ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെണ്ടയ്ക്ക നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഞാൻ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടില്ല, വേറെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക നന്നായിട്ടങ്ങ് വെന്തു പോകും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ആ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക മൂപ്പിച്ച എണ്ണ തന്നെയാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഈ ചൂടിൽ തീ അങ്ങ് ഓഫ് ചെയ്യുവാണ് ഞാൻ. ഇനി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറി നന്നായിട്ട് ഒരു മൂത്ത മണം വരണം. അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമുക്കത് വെജിറ്റബിൾ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തക്കാളിക്ക് അത്യാവശ്യം പുളി ഉള്ളത് കാരണം ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിൻ്റെ പൾപ്പെടുത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു.
കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ സിമ്മിലാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും കഷ്ണങ്ങളിലൊക്കെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ചു വരും. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം കടുക് താളിക്കാനായിട്ട് വെച്ചു. ഒരു പാൻ വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക്, ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സാമ്പാർ പൊടി ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സാമ്പാർ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.